ഡൽഹിയിലേക്ക് ഒന്ന് പോയാലോ? ഗൗതം അനന്തനാരായണൻ, എന്താണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്താ ലിസ്റ്റ്? ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? പ്രദീപിള്ള, ഇന്നിപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുടെ ജയന്തി ദിനമാണ്. ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ BJP ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിലുപരിയായി ഇന്ന് ഉച്ച തിരിഞ്ഞ് BJPയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ ജമ്മു കാശ്മീരിൽ പോയി അവിടെ BJPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്നത് നമുക്കറിയാവുന്നതാണ്. ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരവുമായി ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത്. അതേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ജയന്തി ദിനത്തിൽ തന്നെ JP നഡ്ഡ കശ്മീരിൽ പോയി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. കാരണം വരുന്ന സെപ്റ്റംബറിനകം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നത് സുപ്രീം കോടതി വിധി കൂടിയാണ്. അതിനാൽ അടുത്ത മാസമൊക്കെ ഒരുപക്ഷെ കശ്മീർ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അപ്പോൾ അതിന്റെ വിലയിരുത്തലിനായി BJPയുടെ ദേശീയ അധ്യക്ഷൻ കശ്മീരിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഗുജറാത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇനിയും ഗുജറാത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP അവിടെ മുട്ടുകുത്തിക്കുമെന്നാണ്. അങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയ ശേഷം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഗുജറാത്തിലേക്ക് ഇന്ന് പോകുന്നു എന്നതാണ് പൊളിറ്റിക്കലി ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തയായി നമുക്ക് ഇവിടുന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, തമിഴ്നാട്ടിൽ BSPയുടെ സംസ്ഥാന അധ്യക്ഷനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണത് സംഭവിച്ചത്. 6 പേരെ തമിഴ്നാട് പോലീസ് ഇതിനകം കസ്റ്റഡിയിലെടുത്തു. എന്താണ് ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വെട്ടിക്കൊല്ലാനുള്ള കാരണമെന്നത് സംബന്ധിച്ചുള്ള വ്യക്തമല്ല. ഇത്തരം വാർത്തകളാണ് ഇന്ന് ഡൽഹി റീജിയനിൽ നിന്നും ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രദീപ് പിള്ള.